യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് മേഘാരൂഢനായി കടന്നു വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിയവരും അവനെ കാണും. മേഘാരൂഢനായി കടന്നു വരുന്ന കർത്താവ്. നമുക്ക് പ്രത്യാശയുണ്ട്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ കൂടി നാം സഞ്ചരിക്കുമ്പോൾ കർത്താവായ യേശുവിനോടൊപ്പമാണ് നാം സഞ്ചരിക്കുന്നത്. വെളിപ്പാട് 1-ാം അധ്യായത്തിന്റെ 17 മുതൽ നമുക്ക് താഴോട്ടൊന്ന് വായിക്കാം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവന്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽ കീഴിൽ വീണു. കർത്താവായ യേശുവിന്റെ മാർവോട് ചേർന്നിരുന്ന ആ സ്നേഹം നുകർന്ന് നുണഞ്ഞ അപ്പസ്തോലനായ യോഹന്നാൻ തന്റെ അരുമനാഥനെ കണ്ടിട്ടിപ്പോൾ മരിച്ചവനെ പോലെ ഭയപരവശനായി അവൻ ആ കാൽ കീഴിൽ വീണുപോയി. കാരണം അത്രമാത്രം ഭയാനകമായ ഒരു ഗ്ലോറിഫൈഡ് ബോഡിയിലാണ് കർത്താവ് യോഹന്നാന് പത്മോസ് എന്ന ദ്വീപിൽ വെച്ച് കർത്തൃദിവസത്തിൽ താൻ ആരാധിക്കുമ്പോൾ പ്രത്യക്ഷനായത്. താൻ ആത്മവിവശതയിലായി, അല്ലെങ്കിൽ താൻ ആത്മാവിൽ നിറഞ്ഞു എന്ന് വായിക്കുന്നു. അതായത് തൻ്റെ മാനസിക അവസ്ഥ താൻ മാറ്റിയിട്ട് തൻ്റെ ഭൗതിക ശരീരത്തിൽ നിന്നും തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഇൻപുട്ടൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് താന് ആരാധിക്കുവാൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ആത്മാവിലേക്ക് തൻ്റെ ശ്രദ്ധ ഊന്നി. താൻ ആത്മാവിൽ ആരാണ് എന്നും താൻ ആത്മാവിൽ എത്രമാത്രം പ്രകാശിതനാണ്, തനിക്ക് ആത്മാവിൽ എത്രമാത്രം തൻ്റെ ഭാഗ്യ പദവിയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ യോഹന്നാൻ ആത്മമണ്ഡലത്തിൽ ആത്മവിവശതയിൽ ആയപ്പോൾ സ്വർഗത്തിലെ ആത്മമണ്ഡലത്തിലെ ചില കാഴ്ചകൾ അവിടെ കാണുകയാണ്. യേശുവിനെ ആത്മമണ്ഡലത്തിൽ സ്വർഗീയ ശരീരത്തിൽ യോഹന്നാൻ അവിടെ ദർശിക്കുന്നു. ഇത് നമുക്കൊക്കെയും സംഭവ്യമാണ്. നാം പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ, ആരാധിക്കുവാനിരിക്കുമ്പോൾ നാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ആ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നാം കർത്താവിൽ ആരാണ്, ക്രിസ്തുവിൽ ആരാണ്, നമ്മുടെ ആത്മാവിൽ നാം ആരാണ് എന്ന ആ മനോഭാവത്തോടുകൂടി, ഔട്ട്ലുക്കോടുകൂടി, എന്ന ധ്യാന ചിന്തയോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ കുറ്റക്കാരായിട്ടല്ല, കുറ്റബോധത്തിൽ ആഴ്ന്ന് അമർന്ന് താണിരിക്കുന്നവരായിട്ടല്ല, മറിച്ച് കർത്താവിനോടൊപ്പം കർത്താവിന്റെ വലങ്കൈ പിടിച്ച് കർത്താവിന്റെ മാർവോട് ചേർന്നിരിക്കുന്ന അവസ്ഥ നാം ചിന്തിക്കുമ്പോൾ നാം ഒക്കെ ആത്മവിവശതയിലായിത്തീരും. ഒരിക്കൽ മറുരൂപമലയിലേക്ക് യേശു തന്റെ 3 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് കടന്നുപോയി. പത്രോസ്, യാക്കോബ്, യോഹന്നാനുമായി കടന്നുപോയി. മറുരൂപമലയിൽ വെച്ച് അവൻ അവർക്ക് പ്രത്യക്ഷനായി. അവരൊരു അബോധാവസ്ഥയിലേക്ക്, ഉറക്കത്തിന്റെ അവസ്ഥയിലേക്ക് അവർ വഴുതി വീണു. മറുരൂപമലയിൽ വെച്ച് യേശു ചെയ്തത് ഇന്ന് റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യോഹന്നാന് ലഭിച്ച ദർശനം പോലെ തന്നെ പത്രോസിനും യോഹന്നാനും യാക്കോബിനും മുൻപൊരു ദർശനം ലഭിച്ചു. യഥാർത്ഥത്തിലുള്ള യേശുവിനെ അവർ കണ്ടു. യേശുവിന്റെ തനി നിറം, തനി രൂപം അവർ കണ്ടു. അവർ ബോധരഹിതരായി പോയി മറുരൂപമലയിൽ, അറ്റ് ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. യേശു തന്റെ ശരീരമാകുന്ന ആ തിരശീല ഒന്ന് മാറ്റി, ഒന്ന് മുറിച്ചു മാറ്റി.
താൻ ആരായിരിക്കുന്നു, താൻ ദൈവമായിരിക്കുന്ന അവസ്ഥ യേശു അവരെ കാണിച്ചു കൊടുത്തു. യേശു തന്റെ ദേഹമാകുന്ന തിരശീല മുറിച്ച് ആ മറുരൂപ മലയിൽ അവരെ കാണിച്ചു. അപ്പോൾ മറുരൂപ മലയിൽ കണ്ട യേശുവും യോഹന്നാൻ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കണ്ട യേശുവും വളരെ സിമിലറാണ്. ഇനിയും ഞാൻ ആ ചിന്താശകലം അല്പം കൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ, വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ആത്മാവ്, വീണ്ടും ജനനം പ്രാപിച്ച നിങ്ങളുടെയും എന്റെയും ആത്മാവ് ദേഹമാകുന്ന നമ്മുടെ തിരശീല ഒന്ന് മാറ്റിയാൽ യേശുവിനെ പോലെയായിരിക്കും. മറുരൂപ മലയിൽ കണ്ട യേശുവിനെ പോലെയായിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ശരീരത്തെ കുറിച്ചല്ല, വീണ്ടും ജനനം പ്രാപിച്ച നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. Praise be to God. We don't know who we are. We don't know what God made us to be. നമ്മളെ ദൈവം ആരാക്കി തീർത്തു വീണ്ടും ജനനത്തിൽ എന്നുള്ളത് നാം പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞിട്ടില്ല. വെറുതെ അല്ല. 1 യോഹന്നാൻ 4:17 പറയുന്നു, അവനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നു. അതായത് യേശു ആയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ആയിരിക്കുന്നു. വീണ്ടും ജനനം പ്രാപിച്ച ആളിന്റെ കാര്യമാണ് പറയുന്നത്. വീണ്ടും ജനനം പ്രാപിച്ചവർ യേശു ആയിരിക്കുന്നത് പോലെ തന്നെ ഈ ഭൂമിയിലായിരിക്കുന്നു. ഹൗ ക്യാൻ വി മാച്ച് ഇറ്റ്? എങ്ങനെയാ ഇത് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നത്? യേശുവിനെ പോലെയാണോ നാം ഇരിക്കുന്നത്? വേദപുസ്തകം ശരിയാണെങ്കിൽ, സത്യവേദ പുസ്തകമാണെങ്കിൽ, വേദപുസ്തകം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് യേശു ആയിരിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നു എന്ന്. അതായത് നിങ്ങളുടെ ശരീരത്തിലല്ല, നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ യേശുവിനെ പോലെ തന്നെ ആയിരിക്കുന്നു. വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ നാം ഓരോരുത്തരും യേശുവിനെ പോലെ തന്നെ ആയിത്തീർന്നു. യേശുവിനെ പോലെ തന്നെ ആയിത്തീർന്നു. വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ, ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കാം. In our own image and likeness, God created Adam. ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. പിന്നീട് ആ രൂപഗുണം നഷ്ടപ്പെട്ടുവെങ്കിലും ഇന്ന് വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മൾ ഓരോരുത്തരും ആയിത്തീർന്നു. നമ്മുടെ ആത്മാവിൽ വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത് യേശുവിനെ പോലെയാണ്. യു നീഡ് ടു റിസീവ് ഇറ്റ് ബൈ ഫെയ്ത്ത്. ഇത് വിശ്വാസത്തിൽ ഏറ്റെടുത്തേ ഒക്കത്തുള്ളൂ. എന്റെ ആത്മാവിനെ എനിക്ക് കാണാൻ ഒക്കത്തില്ല. എന്റെ കണ്ണുപയോഗിച്ച് എന്റെ ആത്മാവിനെ കാണാൻ ഒക്കത്തില്ല. എന്റെ ചെവി ഉപയോഗിച്ച് എന്റെ ആത്മാവിന്റെ പ്രത്യേകതകള് എനിക്ക് കേൾക്കുവാൻ ഒക്കത്തില്ല. ഞാൻ എന്റെ ആത്മാവിനെ അറിയണമെങ്കിൽ വേദപുസ്തകമാകുന്ന ആ ദർപ്പണം എന്റെ മുൻപിലേക്ക് എടുത്തു വെച്ച് എന്റെ ആത്മാവിനെ ആ ദർപ്പണത്തിൽ ഞാനൊന്ന് നോക്കണം. ആ കണ്ണാടിയിൽ ഞാൻ എന്റെ ആത്മാവിനെ കാണണം. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്റെ ആത്മാവ് എങ്ങനെയാണ്. ആ വേദപുസ്തകം പറയുകയാണ്, യേശു ആയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നുവെന്ന്. You really need to praise God. Hallelujah when you hear this, right? ദൈവത്തിന് സ്തോത്രം. നമ്മളെ ഒക്കെ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും വീണ്ടും ജനിപ്പിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആരും സാധാരണക്കാരല്ല. We are like Jesus.
വീണ്ടും മുൻപോട്ട് പോകാം. ഈ യേശുവിനെ കണ്ടിട്ടാണ് യോഹന്നാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽ കീഴിൽ വീണത്. യേശുവിന് പറയുവാനുള്ളത് ഭയപ്പെടണ്ട എന്നാ പറയാനോ. ഇന്ന് നമ്മളോട് ഓരോരുത്തരും യേശുവിന് പറയുവാനുള്ളത് ഭയപ്പെടേണ്ട. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമാണ് ഇരിക്കുന്നത്. ഞാൻ അറിയാതെ മരണത്തിനോ പാതാളത്തിനോ യാതൊരു പൈശാചിക ശക്തികൾക്കോ നിങ്ങളെ ആരെയും ഒന്നും ഉപദ്രവിക്കുവാൻ ഒക്കത്തില്ല. ലൂക്കോസ് 10:19 നാം വായിക്കുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും ഒരു കാരണവശാലും നിങ്ങൾക്ക് ഹാനി വരുത്തത്തില്ല. We need to receive the word of God by faith. നമ്മൾ വിശ്വാസത്തില് ഈ ദൈവവചനം നമ്മൾ വിശ്വാസത്തിൽ ഏറ്റെടുക്കണം. വിശ്വാസത്താൽ നാം ഈ ദൈവവചനം വിശ്വസിക്കണം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ അധികാരം തരുന്നു. ഒന്നും ഒരു കാരണവശാലും നിങ്ങൾക്കാർക്കും ഹാനി വരുത്തത്തില്ല. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശം വെച്ചിരിക്കുന്നവനായ യേശു ഇപ്പോൾ യോഹന്നാനോട് പറയുകയാണ്, എന്റെ പ്രിയ മക്കളായ ഇനിയും വരുന്ന തലമുറകളിൽ വരുവാനിരിക്കുന്ന എല്ലാവരും അറിയേണ്ടതിന് ഞാൻ ഇന്ന് നിന്നെ കാണിക്കുവാൻ പോകുന്ന വിഷയങ്ങൾ നീ എഴുതുക. പക്ഷെങ്കിൽ എഴുതുന്നതിന് മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം പറയുവാനുള്ളത്, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. കർത്താവിന് നമ്മളോട് എല്ലാവരും പറയുവാനുള്ളത്, നിങ്ങളുടെ വിഷയങ്ങളുടെ മുമ്പാകെ ഭയപ്പെടേണ്ട. 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 ആരോ പറഞ്ഞത് കേട്ടു, ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട എന്ന് 365 പ്രാവശ്യം ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്ന്. ഓരോ ദിവസത്തേക്കും ഭയപ്പെടേണ്ട. നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഭയപ്പെടേണ്ട. ദൈവം അത് പരിഹാരവുമായി നിങ്ങളുടെ അടുത്ത് ഉടനെ താമസിയാതെ എത്തുന്നത് കാണാം. നിങ്ങളുടെ വിഷയം എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കർത്താവിനറിയാം. ഭയപ്പെടേണ്ട എന്ന് കർത്താവ് ഉദ്ബോധിക്കുകയാണ്. ഇന്ന് യോഹന്നാനെ, ഭയപ്പെടേണ്ട. ഞാൻ കാണിക്കുവാൻ പോകുന്നതും ഇനിയും സംഭവിക്കുവാൻ പോകുന്നതുമായ ഭീകരവും ഭീതി ജനിപ്പിക്കുന്നതുമായ ഉദ്വേഗജനകമായ ആ ന്യായവിധി ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടുവാൻ പോവുകയാണ്. നീ എഴുതി ഏഷ്യ മൈനറിലുള്ള, ഇന്നത്തെ ടർക്കിയിലുള്ള 7 സഭകൾക്കും, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ലോകത്തിൽ കാണുന്ന സഭകൾക്കെല്ലാം ആ ദൂത് എഴുതി അയക്കുക. ഭയം ജനിപ്പിക്കുന്ന ഉദ്വേഗജനകമായ ആ ദൈവത്തിന്റെ ന്യായവിധി വരുവാൻ പോകുന്നു എന്ന വിഷയം നീ ഭയപ്പെടാതെ തന്നെ, വീണ്ടും ജനിച്ച നിങ്ങൾ ഭയപ്പെടാതെ നിങ്ങൾ ഇത് എഴുതുക, നിങ്ങൾ ഇത് വായിക്കുക. ഈ വചനത്തിന്റെ പ്രമാണങ്ങളെ വായിക്കുന്നവനും അത് കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഇത് ഭയപ്പെടുത്തുന്ന പുസ്തകമല്ല, എന്നാൽ ഇത് പ്രത്യാശ നൽകുന്ന പുസ്തകവും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ട പുസ്തകവുമാണ്. ഇത് വായിക്കുന്നത് മൂലം അനുഗ്രഹിക്കപ്പെടും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇത് പ്രമാണിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. വെളിപാട് പുസ്തകം വാസ്തവത്തിൽ ദാനിയേലിന്റെ പുസ്തകത്തിനകത്ത് ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകം
പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നമുക്ക് ആ കാലഘട്ടത്തിലേക്ക്, ആ ദാനിയേലിന്റെ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. ദാനിയേൽ 9-ാം അധ്യായത്തിന്റെ 24 മുതൽ 27 വരെ ഒന്ന് വായിച്ച ശേഷം നമുക്ക് one verse at a time. Let's go through one verse at a time. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാവങ്ങളെ മുദ്ര ഇടുവാനും അകൃത്യത്തിനും പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞും ഗ്രഹിച്ചും കൊള്ളേണ്ടതെന്തെന്നാൽ യെരുശലേമിനെ യഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം, തുടർന്ന് 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, തനിക്ക് വേണ്ടി അല്ലാതാനും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധം ഉണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്ന അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കുവോളവും മേച്ചതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാർത്ഥിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇവിടെ 5 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. അതിക്രമത്തെ തടസ്സം ചെയ്യണം, പാപങ്ങൾ മുദ്രയിടണം, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യണം, നിത്യനീതി വരുത്തണം, ദർശനവും പ്രവചനവും മുദ്രയിടണം, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യണം. അതിനുവേണ്ടി നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഒരു ആഴ്ചവട്ടം എന്ന് വേദപുസ്തകത്തിൽ പറയുന്നത് 7 വർഷമാണ്. ഒരു ആഴ്ചവട്ടം എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് 7 വർഷമാണ്. ഇംഗ്ലീഷിൽ ജസ്റ്റ് വീക്സ് എന്നേ ഉള്ളൂ. സോ 1 week ഈസ് ഈക്വൽ ടു 7 years. ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. പല റെഫറൻസ് ഉണ്ട്, ഞാൻ അത് എല്ലാത്തിലേക്കും പോകുന്നില്ല സമയക്കുറവ് മൂലം. ഒരാഴ്ച 1 week അല്ലെങ്കിൽ ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. വെളിപ്പാട് പുസ്തകം ഈ ദാനിയേലിന് ലഭിച്ച ഈ റെവലേഷൻ 9-ന്റെ 24-നും 27-നും ഇടയ്ക്കായിട്ട് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ്. ഇവിടെ ഒരു 70 ആഴ്ചവട്ടം, 70 ഗുണം 7, 490 വർഷം നിന്റെ ജനത്തിനും, ദാനിയേലിനോടാണ് പറയുന്നത്, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും വേണ്ടി നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. 70 ആഴ്ചവട്ടത്തിന്റെ കണക്കില് 70 ആഴ്ചവട്ടം, വർഷക്കണക്കിൽ പറഞ്ഞാൽ 490 വർഷങ്ങൾ. 490 വർഷം.
അല്ലെങ്കിൽ 70 ആഴ്ചവട്ടം ആർക്ക് നിയമിച്ചിരിക്കുന്നു? ദാനിയേലിനും അവന്റെ ജനത്തിനും, അതായത് യഹൂദന്മാർക്ക് നിയമിച്ചിരിക്കുന്നു. ജാതികൾക്കല്ല, ക്രിസ്ത്യാനികൾക്കല്ല, വിശ്വാസികൾക്കല്ല, യഹൂദന് നിയമിച്ചിരിക്കുന്ന ആഴ്ചവട്ടം, വിശുദ്ധ നഗരമെന്ന് വിളിക്കപ്പെടുന്ന യെരുശലേമിന് നിയമിച്ചിരിക്കുന്ന കാലയളവാണ് 70 ആഴ്ചവട്ടം, അല്ലെങ്കിൽ 490 വർഷം. ദാനിയേലിന്റെ കാലഘട്ടം മുതലാണ് ദാനിയേലിന് ലഭിച്ച ദർശനമാണ്. ദാനിയേല് 9-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും ദാനിയേല് പ്രാർത്ഥിക്കാനിരിക്കുക. ദാനിയേൽ ബാബേൽ പ്രവാസ കാലത്ത്, ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയില്, ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ബാബിലോണിൽ രാജധാനിയിൽ നെബൂക്കദ്നേസർ രാജാവ്, അല്ലെങ്കിൽ അന്ന് ഭരിച്ചിരുന്ന രാജാവിനേക്കാൾ അല്പം താഴെ വളരെ ഉന്നത പദവിയിൽ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ ദാനിയേൽ 9-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും ദാനിയേൽ പ്രാർത്ഥിക്കുവാനിരുന്നു. എന്നാണ് ഈ ക്യാപ്റ്റിവിറ്റി, ഈ പ്രവാസം തീരുന്നതെന്നറിയുവാൻ. എന്നാണ് അവരുടെ ഈ ബാബിലോണ്യ പ്രവാസം തീർന്ന് ഇവരെല്ലാം യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നറിയാൻ ദാനിയേല് വേദപുസ്തകം കയ്യിലെടുത്തു. വേദപുസ്തകമൊക്കെ കയ്യിലെടുത്ത് ദാനിയേല് ജെരമ്യാവിന്റെ പുസ്തകം എടുത്ത്, ഞാൻ റെഫറൻസ് ഓർക്കുന്നില്ല, ആ പുസ്തകവുമായിട്ട് ദാനിയേൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയാണ്. ജെരമ്യാവിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ ജനം അവരുടെ അതിക്രമങ്ങൾ നിമിത്തം 70 സംവത്സരം പ്രവാസത്തിലേക്ക് പോകും. 70 ആഴ്ചവട്ടം, 70 സംവത്സരം പ്രവാസത്തിലേക്ക് പോകും. ദാനിയേല് ആ ബൈബിൾ വാക്യവുമായിട്ട്, ജെറമായ എഴുതിയ ആ ബൈബിൾ വാക്യവുമായിട്ട് ഇങ്ങനെ പ്രാർത്ഥനയിൽ ധ്യാനനിരതനായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദാനിയേലിന്റെ അടുത്ത് വന്നു. ആ ദാനിയേലിന്റെ അടുത്ത് വന്ന് ദാനിയേലിനോട് വിവരിക്കുകയാണ്, 70 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ജനം ഇവിടെ നിന്ന് യെരുശലേമിലേക്ക് വിട്ടുപോവുകയും യെരുശലേം പണിയുകയും ചെയ്യും. തുടർന്ന് വരുന്ന കാലയളവിൽ നാം കാണുന്നുണ്ട്, സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ കൂട്ടം ജനം യെരുശലേമിലേക്ക് മടങ്ങിപ്പോവുകയും അവർ ദേവാലയത്തിന് കോർണർ സ്റ്റോൺ ഇടുകയും ചെയ്തു. ദേവാലയം പണി ആരംഭിച്ചു. BC 536 ദേവാലയം പണി ആരംഭിക്കുന്നത്. 516 BC അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിനുശേഷം എസ്ര എന്ന പുരോഹിതനും ശാസ്ത്രിയുടെയും നേതൃത്വത്തിൽ മറ്റൊരു കൂട്ടം ആളുകൾ തിരികെ 70 വർഷത്തിന് ശേഷം യെരുശലേമിലേക്ക് വന്ന് അവരുടെ വർഷിപ്പ് സർവീസ്, ടെമ്പിളിലെ വർഷിപ്പ് സർവീസ്, സാക്രിഫിഷ്യൽ സർവീസ് ഒക്കെയും പുനരാരംഭിച്ചു. പിന്നീട് നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ മറ്റൊരു കൂട്ടം യെരുശലേമിലേക്ക് തിരികെ വന്ന് അവിടെ യെരുശലേമിന് ചുറ്റുമുള്ള മതിലിന്റെ പണി ആരംഭിച്ചു. ഇങ്ങനെ ദാനിയേലിന് ആ 70 വർഷത്തെ കൺഫർമേഷൻ ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ കൊടുത്ത ശേഷം 10-ാം അധ്യായത്തിൽ 9-ാം അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളില് ഈ 70 വർഷത്തിന് മറ്റൊരു അർത്ഥം കൂടി അവിടെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. അത് 70 ആഴ്ചവട്ടത്തിലേക്ക് ദൂരത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുക. 70 ആഴ്ചവട്ടത്തിലേക്ക് സ്പാൻ ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ പ്രവചനത്തിന് ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറും ഒരു ഫാർ റീച്ചിങ് ഫ്യൂച്ചറും ഉണ്ട്. 70 വർഷത്തിന് ശേഷം
ബാബിലോണിയ പ്രവാസത്തിന് ശേഷം യഹൂദ ജനം മടങ്ങി യെരുശലേമിലേക്ക് പോവുകയും ദേവാലയം പണിയുകയും യെരുശലേം എന്ന നഗരം പണിയുകയും ചെയ്യും. എന്നാൽ 70 ആഴ്ചവട്ടത്തിന് ശേഷം വേറെ എന്തോ ഒന്ന് നടക്കുവാനും പോകുന്നു എന്ന് ദാനിയേലിന് വെളിപ്പെട്ട് കിട്ടി. എന്നാൽ ദാനിയേലിന് പോലും അന്ന് ഈ സംഭവം പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നില്ല. ദാനിയേൽ തന്റെ പേന എടുത്ത് അല്ലെങ്കിൽ തന്റെ തൂവലെടുത്ത് അദ്ദേഹം അത് എഴുതി പിടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിനും മനസ്സിലാകുന്നില്ല പൂർണ്ണമായിട്ടും എന്താണ് ഈ 70 ആഴ്ചവട്ടം. അതുകൊണ്ട് തന്നെ ദാനിയേൽ 12 പറയുന്നു, ദാനിയേല്, നീ ഈ പുസ്തകം അടച്ച് ഇതിന് മുദ്രയിട്ട് കൊടുക്കുക. നിനക്കിതിപ്പോൾ മനസ്സിലാകുവാൻ പോകുന്നില്ല. നീ പൊക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. നിനക്ക് ഈ പുസ്തകം തൽക്കാലം നീ അടച്ച് ഇട്ടുകൊള്ളുക. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരമായ യെരുശലേമിനും വരുവാനിരിക്കുന്ന 70 വീക്സ് 70 ആഴ്ചവട്ടത്തെ പറ്റി നിനക്കിപ്പോൾ മനസ്സിലാകുവാൻ സാധിക്കത്തില്ല. നീ പൊക്കൊള്ളുക, വിശ്രമിക്കുക, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. യഹൂദ ജനത്തിന് 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇനിയും ഈ 70 ആഴ്ചവട്ടത്തെ 3 ഡിവിഷൻസ് ആയിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് 7 ആഴ്ചവട്ടം. 70 ആഴ്ചവട്ടമുണ്ട്. 7 ആഴ്ചവട്ടം. 62 ആഴ്ചവട്ടം. 1 അപ്പോൾ എത്രയായി? 7 പ്ലസ് 62 പ്ലസ് 1 എത്രയാഴ്ച വേണ്ട? അപ്പോൾ 70 ആഴ്ചവട്ടം 70 ആഴ്ചവട്ടം 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം 1 ആഴ്ചവട്ടം എത്രയായി? 7 പ്ലസ് 62 പ്ലസ് 1 70 ആഴ്ചവട്ടമായി അല്ലെ? 70 ആഴ്ചവട്ടം. അപ്പോൾ ഈ ഓരോ ആഴ്ചവട്ടത്തിലും എന്തുവാ സംഭവിക്കുന്നത്? ഇതാ 3 ഡിവിഷൻ. 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം, 1 ആഴ്ചവട്ടം. ഇനി വർഷക്കണക്കിൽ പറയുകയാണെങ്കിൽ 7 ആഴ്ചവട്ടം എന്നത് 7 49 വർഷം. 62 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 62 ഗുണം 7 434 ആഴ്ചവട്ടം. അടുത്തത് 1 ആഴ്ചവട്ടം എന്ന് പറയുന്നത് വീണ്ടും 7 വർഷം അല്ലെ? ശരിയല്ലേ? 49 434 7 അപ്പോൾ 490 വർഷമായി. 49 434 7 അങ്ങനെ 490 വർഷം അല്ലെങ്കിൽ 7 ആഴ്ച. ഇനിയും നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 25-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, ദാനിയേലിനോട് പറയുക, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണി. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന അവിടെ വരെ നോക്കാം. അതുകൊണ്ട് നീ അറിഞ്ഞും ഗ്രഹിച്ചും കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ
7 ആഴ്ചവട്ടം, തുടർന്ന് 62 ആഴ്ചവട്ടം കൊണ്ട് അതിന് വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, തനിക്ക് വേണ്ടി അല്ലാതാനും. അപ്പോൾ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി കൽപ്പന പുറപ്പെടുന്നതു മുതൽ അത് പൂർത്തീകരിക്കുന്നതു വരെ 7 ആഴ്ചവട്ടം. അതായത് ഇപ്രകാരം പറയപ്പെടുന്നു, ബാബിലോണ്യ സാമ്രാജ്യം നെബൂഖദ്നേസറാണ് പ്രധാന രാജാവ്. നെബൂഖദ്നേസറിന് ശേഷം പല രാജാക്കന്മാര്, ഡാരിയാവേശ്, ഡേരിയസ്, ഇങ്ങനെ പല രാജാക്കന്മാർ വന്നു. പിന്നീട് മീഡോ പേർഷ്യൻ സാമ്രാജ്യം അവര് കുതിച്ച് ഉയർന്നു വന്ന് ബാബിലോണിയൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി. സൈറസ് അല്ലെങ്കിൽ കോരസ് എന്ന രാജാവ്, പേർഷ്യൻ രാജാവ്, ഈ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ആദ്യത്തെ രാജാവായി നിയുക്തനായി. അദ്ദേഹത്തിന് യഹൂദന്മാരോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. പേർഷ്യൻ സാമ്രാജ്യം, മീഡോ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരി നിനവേ പട്ടണമായിരുന്നു. അപ്പോൾ ആ സൈറസ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അതായത് 70 വർഷത്തിന്റെ ഒടുവിൽ സൈറസ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, യഹൂദന് അവരുടെ രാജ്യത്തേക്ക്, പാലസ്തീനിലേക്ക്, ഇസ്രയേലിലേക്ക്, യെരുശലേമിലേക്ക് തിരികെ പോകണമെങ്കിൽ അവർക്ക് പോകുവാൻ സാധിക്കുമെന്ന് BC 538 കൽപ്പന പുറപ്പെടുവിച്ചു. അതുകൊണ്ട് BC 536 ഇവർ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ വന്ന് ദേവാലയം പണിയുവാൻ ആരംഭിച്ചു. അപ്പോൾ സൈറസ് രാജാവ്, കോരസ് രാജാവ് യഹൂദൻ തിരികെ പൊയ്ക്കൊള്ളുക എന്ന ഒരു വിളംബരം പുറപ്പെടുവിച്ചു. സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ കൂട്ടം തിരികെ പോയി. എന്നാൽ ഒരു വലിയ കൂട്ടം പിന്നീട് പലതവണയായിട്ടാണ് വന്നത്. പലരും തിരികെ പോയുമില്ല. പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാൻ. മീഡോ പേർഷ്യൻ എന്ന് പറയുന്നത് ഇറാന്റെ വടക്ക് പടിഞ്ഞാറായിട്ട് കിടക്കുന്ന ഏരിയയാണ് മീഡോ പേർഷ്യൻ എന്ന് പറയുന്നത്. ഈ 2 ശക്തികളും കൂടി ഒരുമിച്ച് ചേർന്ന് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. എനിവേ, ഒരുപാട് ഡീറ്റെയിലേക്ക് നമുക്ക് പോകുന്നതിന് പകരം നമ്മുടെ പഠനത്തിന് വേണ്ടി, നമ്മുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി ഹിസ്റ്ററിയോ ഡേറ്റോ കാര്യങ്ങളോ അല്ല നമുക്ക് വിഷയം. നമുക്ക് ആത്മീയ മർമ്മങ്ങൾ ലഭിക്കണം. അതുകൊണ്ട് സൈറസ് രാജാവ്, കോരസ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അതിനുശേഷം ഈ ദേവാലയം പണി പല സാഹചര്യവശാൽ നിന്നുപോയി. തടസ്സങ്ങൾ വന്നു, പല നിരാശകള്, പല ഡിസ്കറേജ്മെന്റ്, അകത്തു നിന്നുള്ള ശത്രുക്കളുടെ പ്രയത്നം, വെളിയിൽ നിന്നുള്ള ശത്രുക്കളുടെ പ്രയത്നം. അങ്ങനെ 536 ആരംഭിച്ച ദേവാലയം പണി കംപ്ലീറ്റ് ചെയ്ത് നിന്നുപോയി. പിന്നീട് വീണ്ടും ആരംഭിച്ചത് BC 520 അത് കംപ്ലീറ്റ് ചെയ്യുന്നത് 516 ആ സമയത്താണ് ഇവരെ ദേവാലയം പണിക്ക് വേണ്ടി എൻകറേജ് ചെയ്യുവാനാണ് സെക്കറിയാവിന്റെ പ്രവചനം. സെക്കറിയാവ് ഇവരെ ദേവാലയം പണിയിൽ എൻകറേജ് ചെയ്ത് ഇവർക്ക് വേണ്ട പ്രവചനം ദൈവത്തിൽ നിന്ന് കൊടുക്കുകയാണ് സെക്കറിയാവ് ചെയ്തത്. അതാണ് സെക്കറിയാവിന്റെ പുസ്തകത്തിൽ കാണുന്നത്. ഹാഗാഡ് കാണുന്നത് അതാണ്. ദേവാലയം പണിക്ക് വേണ്ടി ദൈവം ഹാഗാ പ്രവാചകനിൽ കൂടി ഇവരെ എല്ലാവരെയും എൻകറേജ് ചെയ്യാൻ തുടങ്ങി. ഹാഗായുടെ പുസ്തകം 2 അധ്യായമേ ഉള്ളൂ. അവരെ എൻകറേജ് ചെയ്തു. സെക്കറിയാവിന്റെ പുസ്തകം 14 അധ്യായം. ഇവര് ഈ ദേവാലയം പണിക്ക് വേണ്ടി എൻകറേജ് ചെയ്തു. അങ്ങനെ വീണ്ടും പുനരാരംഭിച്ച ദേവാലയം പണി 520 മുതൽ 516 കൊണ്ട് ദേവാലയം പണി കംപ്ലീറ്റ് ചെയ്തു. അർട്ടാസർസിസ് എന്ന ഒരു രാജാവ്, അല്ലെങ്കിൽ അഹശ്വരോസ് രാജാവ് വീണ്ടും കൽപ്പന പുറപ്പെടുവിച്ചു. നിങ്ങൾ പൊക്കൊള്ളുക, നിങ്ങൾക്ക് പോകേണ്ടവർക്കെല്ലാം പോകാം. അങ്ങനെ നിങ്ങൾ പോയി നിങ്ങളുടെ ദേവാലയം പണിയുകയോ നിങ്ങളുടെ പട്ടണം പണിയുകയോ ചെയ്യുക എന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. അന്ന് മുതൽ, അത് BC 444 എന്ന് പറയപ്പെടുന്നു. അന്ന് മുതല്
ആ ദേവാലയം പണി കംപ്ലീറ്റ് ചെയ്തത് BC 444 യെരുശലേമിന്റെ മതിലുകളും എല്ലാം പണി കംപ്ലീറ്റ് ചെയ്തത്. യെരുശലേമിനെ മുഴുവൻ കൺസ്ട്രക്ട് ചെയ്ത് കംപ്ലീഷനിലേക്ക് വന്നത് BC 444 എന്ന് പറയപ്പെടുന്നു. ഈ ഡേറ്റ് ഞാൻ അല്പം കൺഫ്യൂസ്ഡ് ആകുന്ന, എന്റെ കയ്യിൽ നോട്ട്സ് ഇല്ല. തന്നെയുമല്ല, ഈ ഡേറ്റ്സിന് പല വേദ പണ്ഡിതന്മാര് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഏതാണ് കൃത്യമെന്ന് പറയുവാൻ നമുക്കറിയത്തില്ല. നമ്മുടെ വിഷയം ആ ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുക എന്നുള്ളതല്ല. എനിവേ, ഈ കോരസിന്റെ അല്ലെങ്കിൽ അർട്ടാസർസസിന്റെ കൽപ്പന ലഭിച്ചത് മൂലം, യെരുശലേമിനെ പണിതുകൊള്ളുവാൻ കൽപ്പന ലഭിച്ചത് മുതൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി 49 വർഷം എടുത്തു. 49 വർഷം കൊണ്ട് ഈ പണി പൂർത്തിയായി. ആദ്യത്തെ 7 ആഴ്ചവട്ടക്കാലം, വർഷക്കണക്കിൽ പറഞ്ഞാൽ 49 വർഷക്കാലം കൊണ്ട് ദേവാലയത്തിന്റെയും യെരുശലേം നഗരത്തിന്റെയും പണി പൂർത്തിയായി. ഇനിയും 49 വർഷം കഴിഞ്ഞു, അല്ലെ 7 ആഴ്ചവട്ടം കഴിഞ്ഞു. ഇനി അടുത്ത അന്ന് മുതൽ ഒരു 62 ആഴ്ചവട്ടം, സെക്കൻഡ് ഡിവിഷൻ. 62 അധികം 7 69. അപ്പോൾ അടുത്ത 62 ആഴ്ചവട്ടം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നാം അവിടെ കണ്ടു. ഒരഭിഷിക്തൻ will be cut off. ഒരഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്ന് ഡാനിയലിനോട് പ്രവചനം പറയുക. ഡാനിയൽ അപ്പോൾ എന്താ പറഞ്ഞു? ഒന്നുമേ മനസ്സിലാകുന്നില്ല, അല്ലേ? ഡാനിയലിന് പിടികിട്ടുന്നില്ല. താൻ തന്നെ എഴുതിയതാണ് ഈ പ്രവചനം. എന്നാൽ ഡാനിയലിന് അതിന്റെ മുഴുവൻ അർത്ഥവ്യാപ്തിയും മനസ്സിലാകുന്നില്ല. കാരണം ഡാനിയലിനോട് പറയുക, ഈ പുസ്തകം അടച്ച് മുദ്രയിട്ടുകൊള്ളുക, നിനക്കിത് മനസ്സിലാകത്തില്ല. അന്ത്യകാലത്ത്, അതായത് നമ്മുടെ കാലഘട്ടത്തിൽ അനേകര്, നമ്മളെ പോലെയുള്ള അനേകര് അത് വായിച്ച് കർത്താവിൽ ബലപ്പെടും. ഹല്ലേലൂയ. ദൈവവചനത്തിനായിട്ട് സ്തോത്രം. ഡാനിയേലിന് മറയപ്പെട്ട ഈ വസ്തുത നമുക്കിന്ന് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം. ഡാനിയേലിന് അറിയത്തില്ല എന്താണ് ഈ അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്ന്. ഡാനിയേല് നോക്കത്താത്ത ദൂരത്ത് നോക്കിക്കൊണ്ട് അങ്ങ് എഴുതുക, അഭിഷിക്തൻ 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ ഇതാ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ഡാനിയേൽ എഴുതി. അതായത് 444 എന്ന് എന്റെ ഓർമ്മയിൽ നിന്ന് BC 444 മുതൽ 62 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ AD 33 അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. അഭിഷിക്തനായ കർത്താവായ യേശു, യഹൂദന്മാരുടെ മശിഹ, ഛേദിക്കപ്പെട്ടു. അവന് വേണ്ടി അല്ല ശിക്ഷ അനുഭവിച്ചു. ആരും അവന്റെ സഹായത്തിന് എത്തിയതുമില്ല. അവന് വേണ്ടിയല്ല, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, അവന് വേണ്ടിയല്ല ശിക്ഷിക്കപ്പെട്ടത്. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. ഇവിടെ അല്ല, 62 ആഴ്ചവട്ടം, 26-ാം വാക്യം. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും. തനിക്ക് വേണ്ടി അല്ലതാനും അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. നാം എല്ലാവരും കണ്ടു കാൽവറി ക്രൂശിൽ ഒരു അഭിഷിക്തൻ ഛേദിക്കപ്പെട്ട് കിടക്കുന്നത്. തനിക്ക് വേണ്ടി അല്ലതാനും. പിന്നെ ആർക്കു വേണ്ടിയാ? നമുക്ക് വേണ്ടി അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 69 ആഴ്ചവട്ടം ഓൾ ടുഗെദർ, 7 അധികം 62, 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അപ്പോൾ കൽപ്പന പുറപ്പെടുന്നത് മുതൽ
ആ യെരുശലേം നഗരം പണിതെടുക്കുന്നത് വരെ 7 ആഴ്ചവട്ടം അല്ലെങ്കിൽ 49 വർഷം. ആ യെരുശലേം ദേവാലയവും സിറ്റിയും പണിഞ്ഞത് മുതൽ അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത് വരെ 62 ആഴ്ചവട്ടം അല്ലെങ്കിൽ 434 വർഷം. അല്ലെങ്കിൽ ആ കൽപ്പന പുറപ്പെട്ടു മുതൽ ഓൾ ടുഗദർ അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത് വരെ 62 + 7 69 ആഴ്ചവട്ടം അല്ലെങ്കിൽ 49 + 434 483 സംവത്സരം വർഷം. 490 ടോട്ടൽ 70 ആഴ്ചവട്ടം അല്ലെ 490 വർഷം. ഇനി 7 ആഴ്ചവട്ടങ്ങളുണ്ട്. അഭിഷിക്തൻ ഛേദിക്കപ്പെട്ട് കഴിയുമ്പോൾ 7 വർഷങ്ങൾ കൂടിയാണ്. ഇനി ഒരാഴ്ചവട്ടം കൂടെ ഉണ്ട്. 483 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ 69 ആഴ്ചവട്ടം കഴിഞ്ഞു. ഇനി ഒരാഴ്ചവട്ടം കൂടെ ഉണ്ട്, അല്ലെങ്കിൽ 7 വർഷം കൂടെ. ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടതോടുകൂടി യഹൂദൻ അല്ലെങ്കിൽ ദാനിയേലെ നിന്റെ ജനവുമായിട്ടും വിശുദ്ധ നഗരവുമായിട്ടുമുള്ള ദൈവത്തിന്റെ ഇടപാടിന് ഒരു താൽക്കാലിക വിരാമമിട്ടു. താൽക്കാലികമായി ഇവിടെ കർട്ടൻ വീണു. ഡ്രാമയ്ക്ക് തിരശീല വീണു. കർട്ടൻ വീണു. സ്റ്റേജ് ഒന്ന് ക്ലോസ് ചെയ്തു. എപ്പോൾ? 69 ആഴ്ചവട്ടം കഴിഞ്ഞു. അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടതോടുകൂടി യെരുശലേമിലും യഹൂദ ജനത്തിന്റെ മേൽ അവരെ കാണാതെ വണ്ണം ഒരു കർട്ടൻ വീണു. അവർ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് മാറി നിന്നു. അല്ലെങ്കിൽ 483 വർഷത്തിന് ശേഷം അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടതോടുകൂടി യെരുശലേം നഗരത്തിനും യഹൂദനോടുള്ള ദൈവത്തിന്റെ ഇടപാടിനും ഒരു തിരശീല വീണു. അവര് സ്റ്റേജിന്റെ ബാക്കിലോട്ടൊന്ന് മാറി. ഇനി നമുക്ക് 7 വർഷം കൂടെ ഉണ്ട്, ഒരാഴ്ചവട്ടം കൂടെ ഉണ്ട്. അത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. അഭിഷിക്തൻ ഉയർത്തെഴുന്നേറ്റതോടുകൂടി ഇവിടെ ചില സംഭവ വികാസങ്ങൾ നടക്കുക. അവിടെ ഒരു പുതിയ ജനം, ഒരു പുതിയ യുഗം പിറന്നു. അവിടെ ഒരു പുതിയ യുഗപ്പിറവി ഉടലെടുത്തു. ആ പുതിയ യുഗപ്പിറവിയുടെ പ്രത്യേകത എന്താണെന്ന് ഞാനൊന്ന് വായിക്കട്ടെ. 70 weeks are determined for your people and your holy city. എന്താണ് ആ പുതിയ യുഗപ്പിറവി? ഇനിയും നമുക്ക് ഒരാഴ്ചവട്ടം കൂടെ ഉണ്ട്, 7 വർഷം കൂടെ ഉണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് അഭിഷിക്തൻ ഛേദിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം ഒരു പുതിയ യുഗപ്പിറവി നടക്കുമ്പോൾ ആ പുതിയ യുഗപ്പിറവിയുടെ പ്രത്യേകതകൾ, ടു ഫിനിഷ് ട്രാൻസ്ഗ്രഷൻ, മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് ഇംഗ്ലീഷ് വായിക്കും. ടു ഫിനിഷ് ട്രാൻസ്ഗ്രഷൻ, 24-ാം വാക്യം. അതിക്രമത്തെ തടസ്സം ചെയ്യണം. ടു ഫിനിഷ് ട്രാൻസ്ഗ്രഷൻ, പാപങ്ങൾക്ക്, നമ്മുടെ അതിക്രമങ്ങളെല്ലാം അങ്ങ് തീരാൻ പോവുകയാണ്. ടു മേക്ക് ആൻ എൻഡ് ഓഫ് സിൻസ്. 2, ടു മേക്ക് ആൻ എൻഡ് ഓഫ് സിൻ, പാപങ്ങൾക്ക് മുദ്രയിടുക എന്ന് പറയുന്നത് അത്ര ക്ലിയർ അല്ല. ടു മേക്ക് ആൻ എൻഡ് ഓഫ് സിൻ, പാപങ്ങൾക്ക് ഒരറുതി വരുത്താൻ പോവുക. 3, ടു മേക്ക് റെക്കൺസിലിയേഷൻ ഫോർ ഇനിക്വിറ്റി, അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്താൻ പോകുക, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്താൻ പോകുക. 4, ടു ബ്രിങ് ആൻ എവർലാസ്റ്റിംഗ് റൈറ്റ്യസ്നെസ്, എന്താണ്? നിത്യനീതി വരുത്തുവാൻ പോവുകയാണ്. അഭിഷിക്തൻ ഛേദിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അടുത്തത് ടു സീൽ അപ്പ് വിഷൻ ആൻഡ് പ്രൊഫസി. ഈ ദാനിയേലിനോട് പറയുകയാണ്, കർട്ടൻ അപ്പുറത്തേക്ക് തൽക്കാലം നീയും നിന്റെ ജനവും നിന്റെ പട്ടണം വിശുദ്ധ നഗരവും ഒന്ന് മാറി നിൽക്കുക.
ഗോ ടു ദ ബാക്ക് സ്റ്റേജ്, കർട്ടനപ്പുറത്തേക്ക് പോകുക. ഇതൊരു പുതിയ യുഗപ്പിറവിയാണ്. അഞ്ചാമത്തെ കാര്യം അല്ലെങ്കിൽ ആറാമത്തെ കാര്യം, ടു അനോയിന്റ് ദ മോസ്റ്റ് ഹോളി, അഭിഷിക്തനായവനെ അഭിഷേകം ചെയ്യേണ്ടതിന്, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യേണ്ടതിന് വേണ്ടി. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ അവിടെ പറഞ്ഞിരിക്കുക. പുതിയ യുഗപ്പിറവിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പാപത്തിന് ഒരു വിരാമം ഇടുവാൻ ഒരുവൻ വന്നിരിക്കുന്നു. അവൻ എന്നേക്കും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യനീതിയായി തീരേണ്ടതിന്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എന്റെയും സംഭവമായത്, നമുക്ക് നിത്യമായി നമ്മളെ നീതീകരിക്കപ്പെടേണ്ടതിന്, പാപം എന്ന വിഷയത്തിന് എന്നേക്കുമായി ഒരു പരിഹാരം വരുത്തേണ്ടതിന് അഭിഷിക്തനായവൻ വന്ന് ഒരു പുതിയ യുഗം ഉദ്ഘാടനം ചെയ്തു പോയി. അന്ന് ആ ഉദ്ഘാടന കർമ്മം നാം അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ മുകളിൽ നിന്നൊരു തീജ്വാലം, ഒരു തീഗോളം അഗ്നിനാവുകൾ പോലെ ഇറങ്ങി ശിഷ്യന്മാരുടെ മേൽ പതിച്ച് അവർ അന്യഭാഷ സംസാരിച്ച് പ്രവചിച്ചപ്പോൾ ആ പുതിയ യുഗപ്പിറവിക്ക് തിരശീല, ആ പുതിയ യുഗപ്പിറവിക്ക് തുടക്കം കുറിക്കുക ചെയ്തത്. ഒരു പുതിയ തലമുറയ്ക്ക്, വീണ്ടും ജനിക്കുന്ന ഒരു പുതിയ സൃഷ്ടിക്ക്, അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തി തീർത്ത ഒരു പുതിയ സൃഷ്ടി ഉണ്ടാകാൻ പോവുകയാണ്. യേശുവിനെ പോലെ ആത്മാവിലായിരിക്കുന്ന നിങ്ങളും ഞാനും ഈ പുതിയ യുഗപ്പിറവിയിൽ ഉടലെടുക്കുവാൻ പോവുകയാണ്. ഈ പുതിയ സൃഷ്ടിയിൽ നിങ്ങളെയും എന്നെയും നോക്കി പരിശുദ്ധാത്മാവാകുന്ന തീ വിളിച്ചു പറയുകയാണ്, നിത്യനീതിക്കായി നിയമിക്കപ്പെട്ടവർ, നിങ്ങളെ നീതീകരിച്ചവൻ, നിങ്ങൾക്ക് കളങ്കം കൂടാതെ നിങ്ങളെ നീതീകരിക്കപ്പെട്ട ഒരു കർത്താവ്, അഭിഷിക്തൻ ഛേദിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവനൊരു പൂർണ്ണ ജനതയെ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജനതയെ അവൻ വാർത്തെടുത്തു. ആ കൂട്ടത്തിൽപ്പെടുന്നവരാ ഞാനും നിങ്ങളും. നമ്മുടെ ആത്മാവിൽ നമ്മൾ പൂർണ്ണതയുള്ളവരാ, നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ളവരാ, നമ്മുടെ ശരീരത്തിലല്ല. കൊലോസ് ലേഖനം 2 പറയുകയാണ്, you are complete in him who is the head of all principalities and powers. ക്രിസ്തുവിൽ നിങ്ങൾ സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായിരിക്കുന്ന ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. നമ്മെ കുറിച്ചാ പറയുന്നത്, നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ചാ പറയുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതല്ല. തിരുവചനം സത്യമാണെങ്കിൽ ആ തിരുവചനം നമ്മളെ നോക്കി പറയുക. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അല്ലേ? We need to take it by faith. ആ തിരുവചനം പറയുകയാണ്, സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായിരിക്കുന്ന നിങ്ങളിൽ, ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. You are complete. You are complete in him who is the head of all principalities and powers. നിങ്ങൾ പരിപൂർണരാണ്. ശരീരത്തിലല്ല, തീർച്ചയായിട്ടും ശരീരത്തിലോ നമ്മുടെ ചിന്തയിലോ അല്ല, മറിച്ച് നമ്മുടെ വീണ്ടും ജനിച്ച ആത്മാവിൽ നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആയിരിക്കുന്നു. നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ഞാനത് വിശ്വസിക്കുന്നു, നിങ്ങളത് വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്കായിട്ട് സ്തോത്രം. നമുക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും, it doesn't depend on your feelings. It depends on the facts of the word of God. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന വസ്തുതയാ സത്യം. നമ്മുടെ തോന്നലല്ല സത്യം. നമ്മുടെ തോന്നലല്ല സത്യം. നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നെന്നുള്ളതല്ല സത്യം. നിങ്ങളുടെ ആത്മാവിനെ പറ്റി വേദപുസ്തകം പറയുന്നു, നിങ്ങൾ പരിപൂർണരാണെന്ന്. യു ആർ കംപ്ലീറ്റ് ഇൻ ഹിം. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ യുഗത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുക. 2 Corinthians 5:17 പറയുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പുതിയത് പഴയതില്ല, പഴയത് കഴിഞ്ഞു പോയി. ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. ബ്രാൻഡ് ന്യൂ, എ ക്ലീൻ സ്ലേറ്റ്, ബ്രാൻഡ് ന്യൂ. നിങ്ങൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. കുറഞ്ഞ
പുള്ളികളല്ല നമ്മൾ. കാരണം എന്താണെന്നറിയാമോ? അഭിഷിക്തനായതിന് കാരണം, അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടതായതിന് കാരണം, അഭിഷിക്തൻ ഉയർത്തെഴുന്നേറ്റതാ കാരണം, അഭിഷിക്തൻ തീയായിട്ട് തിരികെ വന്നതാ കാരണം, അഭിഷിക്തൻ നമ്മിലേക്ക് കടന്നു വന്നതാ കാരണം. നമ്മൾ തീയ, വി ആർ ഫയർ ബ്രാൻഡ്സ്, വി ആർ ഓൾ ഫയർ ബ്രാൻഡ്സ്. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, വി ആർ ഫയർ ബ്രാൻഡ്. അഭിഷിക്തൻ കടന്നു വന്നു, ഛേദിക്കപ്പെട്ടു. 483 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ യഹൂദനെ അങ്ങോട്ട് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ഒരു സഭാ കാലയളവ് ഇവിടെ ആരംഭിക്കുക. ഞാൻ വളരെ വേഗം നിർത്താം. യഹൂദനെ മാറ്റി നിർത്തിയിട്ട് ഒരു സഭാ കാലയളവ്, പല വേദപണ്ഡിതന്മാരും അതിനെ വിളിക്കുന്ന ഒരു ബ്രാക്കറ്റ് പീരിയഡ്. 483 വർഷത്തിനു ശേഷം ഇനിയും സംഭവിക്കുവാനിരിക്കുന്ന 7 വർഷം അധികം സമം 490. 483 ഇനിയും 7 വർഷത്തിനും ഇടയ്ക്ക്, ഇവിടെ 483, ഇവിടെ 7, ഇതിനിടയ്ക്ക് സംഭവിക്കുവാനിരിക്കുന്ന ഒരു ബ്രാക്കറ്റ് പീരീഡില്, ഗ്രേസ് പീരീഡ്, സഭ കടന്നു വന്നു, പുതിയൊരു യുഗം കടന്നു വന്നു. യഹൂദനുമായിട്ടുള്ള ദൈവത്തിന്റെ ഡീലിങ്സ് തൽക്കാലം ഒന്ന് മാറ്റിവെച്ചു. അതുകൊണ്ട് യഹൂദന് പ്രാധാന്യമില്ലെന്നല്ല, അവൻ സാധാരണ ജാതികളെ പോലെ, സാധാരണ മനുഷ്യനെ പോലെ ദൈവം അവനോട് നിന്നും ഇടപെടുന്നു. എന്നാൽ വീണ്ടും യഹൂദനുമായിട്ട് ഇടപെടുന്ന ഒരു കാലയളവിലേക്ക് വരികയാണ്. ഇനിയും 483 അടുത്ത 7 തുടങ്ങുന്നതിനിടയ്ക്കുള്ള കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഇനി അല്ലെങ്കിൽ 69 ആഴ്ചവട്ടത്തിനും 70 ആഴ്ചവട്ടത്തിനും ഇടയ്ക്കായിട്ടൊരു ഗ്യാപ്പ്, ഒരു ബ്രാക്കറ്റ് പീരീഡ് വന്നിരിക്കുന്നു. അതാണ് നമ്മുടെ കാലയളവ്, അതാണ് സഭായുഗം. അവിടെയാണ് കർത്താവ് യഹൂദനിൽ നിന്നും മശിഹ ഛേദിക്കപ്പെട്ടു, മശിഹായെ റിജക്ട് ചെയ്തപ്പോൾ ജാതികളിലേക്ക് തിരിഞ്ഞത്. God turned his face to the rest of the world. യഹൂദനിൽ നിന്ന് അവൻ മുഖം തിരിച്ച് ഭൂമിയിലുള്ള സകല ജാതികളിലേക്കും തിരിഞ്ഞു. 483 അടുത്ത 7 വർഷം തുടങ്ങുന്നതിന് മുമ്പിനായിട്ടുള്ള കാലയളവ്. ഇനി അപ്പോൾ 7 വർഷം കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരാഴ്ചവട്ടം കൂടെ ഉണ്ട്. ഈ ഒരാഴ്ചവട്ടത്തിലെ കാലഘട്ടം, അല്ലെങ്കിൽ ഈ 7 വർഷത്തിലെ കാലമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം പഠിക്കുവാൻ പോകുന്നത്, നാം വായിക്കുവാൻ പോകുന്നത്. അത് വീണ്ടും ദാനിയേലിനോട് പറഞ്ഞു, നിനക്കും നിന്റെ ജനത്തിനും നിന്റെ പട്ടണമായ, നിന്റെ വിശുദ്ധ നഗരമായ യെരൂശലേമിനും നിയമിച്ചിരിക്കുന്ന 70 ആഴ്ചവട്ടം 490 വർഷം. അപ്പോൾ 483 കഴിഞ്ഞു. ലോകത്തിലെ ജനത്തോട് ദൈവം ഇടപെട്ടുന്നു. ഇനിയും അടുത്ത ഒരാഴ്ചവട്ടം അല്ലെങ്കിൽ 7 വർഷം വെളിപ്പാട് പുസ്തകത്തിൽ നാം പഠിക്കുവാൻ പോകുന്നത് പ്രധാനമായിട്ടും ദൈവം യഹൂദനോട് ഇടപെടാൻ പോകുകയാണ്. അതിനു മുമ്പ് ഈ ബ്രാക്കറ്റ് പീരീഡിലായിരിക്കുന്ന സഭ മുകളിലേക്ക് എടുക്കപ്പെടും, മധ്യാകാശത്തിൽ എടുക്കപ്പെടും. There is one way to be raptured, to be taken with Lord Jesus. You need to born again. നിങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കണം. നിക്കോഡിമോസ് യേശുവിനോട് ചോദിച്ചു, How can I inherit the kingdom of God? How can I enter the kingdom of God? എങ്ങനെയാ ഞാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്? There is only one way, that is the most simple way the world has ever seen. The most simple way the religion has ever invented. All the religion of the world. The simplest way is to believe in the Lord Jesus. കർത്താവായ യേശുവിനെ രക്ഷിതാവായി, രക്ഷകനായി സ്വീകരിച്ച് വീണ്ടും ജനിക്കുന്നു എങ്കിൽ അവർ ക്രിസ്തുവിനോടുകൂടി ഈ മഹോപദ്രവകാലമായിരുന്ന 7 വർഷത്തിൽ ആ ഒടുവിലത്തെ ആഴ്ചവട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അവരിവിടെ നിന്ന് എടുക്കപ്പെടും. അവിടെ ഒരു വേളി നടക്കും. മണവാളനും സഭയുമായിട്ടുള്ള വിവാഹം നടക്കുവാൻ പോവുകയാണ്. നാം അതിനു വേണ്ടി നമുക്ക് ഒരുക്കമുള്ളവരായി ജീവിക്കാം.
നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചിട്ടില്ല എങ്കിൽ ഈ വെളിപ്പാട് പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഡാനിയേൽ പഠിച്ചത് കൊണ്ടോ ഇറ്റ് വിൽ ബ്രിങ് യു നോവേ. വീണ്ടും ജനിച്ച വ്യക്തിയും വെളിപ്പാട് പഠിക്കണം, ഡാനിയേൽ പഠിക്കണം. നമ്മളെ ദൈവം അതിന് സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കും. നമ്മളെ കർത്താവിന്റെ ആ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്? വീണ്ടും ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ വരവിങ്കിൽ നിങ്ങൾ എടുക്കപ്പെടും. മറുഭാഗം പറയേണ്ടിയിരിക്കുന്നു, വീണ്ടും ജനിച്ചവർ അല്ല എങ്കിൽ കർത്താവിന്റെ വരവിങ്കിൽ കൈവിടപ്പെടും. ദൈവം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കും.